ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്നത്തെ വ്ളോഗ് സർപ്രൈസ് വ്ളോഗാണ് ഗായ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങാൻ പോവാണ്. എനിക്ക് വേണ്ടി ഒരു സ്കൂട്ടർ വാങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇന്നാണ് വണ്ടിയുടെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് വണ്ടി വാങ്ങാൻ പോവാണ്. ഞങ്ങൾ പോണത് എടപ്പള്ളിയിലാണ് ഞങ്ങളുടെ ഷോറൂം വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി വാങ്ങാൻ പോയാലോ? Come on guys. ഓക്കെ അല്ലേ? അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പൊന്നു പാറു? ഇപ്പോൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഊബർ ഇപ്പോൾ വരും. ഊബർ ഇപ്പോൾ ഇവിടെ കങ്ങരപ്പടിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാം അല്ലേ? അങ്ങനെ ഊബറൊക്കെ കിട്ടിയില്ല നമ്മൾ അല്ലേ? നമ്മൾ ഡെലിവറിക്ക് പോവാണ് അല്ലേ പാറൂസേ? ഹാപ്പിയാണോ? നമ്മളിപ്പോൾ എത്തിട്ടോ. അരമണിക്കൂറല്ലോ അല്ലേ? എത്ര സമയമാണ്? കുറച്ച് സമയമല്ലേ ഉള്ളൂ. അരമണിക്കൂർ 30 മിനിറ്റ് അല്ലേ ഉള്ളൂ? 500 മിനിറ്റാ? എന്താ അമ്മോ, അവിടെ കണക്ക് സൂപ്പറാണല്ലോ പാറു. കണക്ക് സൂപ്പറാണല്ലോ. ഇറങ്ങൂ എത്തി. അങ്ങനെ ഞങ്ങൾ സുസുക്കിയുടെ ഷോറൂമിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇത് എടപ്പള്ളി റോഡാണ് മാമംഗലം. ഞങ്ങൾ ഷോറൂമിലെത്തി. ആണ് ഷോറൂം. വണ്ടിയുടെ കിറ്റ് കിട്ടിയിട്ടുണ്ട്. CP സുസുക്കി. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി വാങ്ങിയത്. ഇവിടെ കൊച്ചിന്, കാലിക്കറ്റ്, വയനാടൊക്കെ ഉണ്ട്, ആലപ്പുഴ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനുള്ളിൽ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വണ്ടിയുടെ റെസീറ്റ്, പിന്നെ ഒരു കീ ചെയിൻ ഉണ്ട് അല്ലേ? ഒരു കീ ചെയിനാണ്. സുസുക്കിയുടെ കീ ചെയിൻ. പണ്ട് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാറണ്ടി കാർഡും അതൊക്കെയാണ്. അത് നമുക്ക് വണ്ടിയുടെ ചാവിടായില്ലേ? പിന്നെ ഹെൽമെറ്റ്. പുതിയ ഹെൽമെറ്റ്. പെർഫെക്റ്റ് അല്ലേ? ഇതാണ് ഹാഫ് ഹെൽമെറ്റ്. ഫുൾ ഹെൽമെറ്റ് പറഞ്ഞാൽ അടി കൂടെ രസം ഉണ്ടാവില്ല. അത് നിനക്ക് ഡ്രസ് ഉണ്ടാവുമോ? രസമല്ല, അത് സേഫ്റ്റി ആയിരിക്കാം. ഇതിനായിട്ട് പോവോ? ഇല്ല, ഇത് മതി. എന്താ മോളത്? ഇവിടെ സുസുക്കിയുടെ ബൈക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. V-Strom സുസുക്കി ഉണ്ടാ. V-Strom ഇവിടെ ബൈക്സ് ഒക്കെ അടിപൊളിയാ അല്ലേ? നല്ല വണ്ടിയുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അല്ലേ? പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോൾ 2-3 ഡെലിവറി ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ടാവും നമ്മളുടെ ഇപ്പോൾ കിട്ടും. ഞങ്ങൾ ബൈക്ക് ഡെലിവറി കിട്ടി. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്. ഓക്കെ, കം ഓൺ.
സ്മൂത്ത് വണ്ടി ഇല്ല പാറു? പാറു എങ്ങനെ ഉണ്ടായിരുന്നു? പാറുവിന് സൂപ്പറായെന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഡെലിവറി ചെയ്തു. ഇപ്പോൾ 1:30 ആയി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. ഞങ്ങൾ നേരെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങൾ വന്നത് നമ്മൾ തലപ്പാക്കട്ടി അല്ലേ? അങ്ങനെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ മാക്കാം അല്ലേ? കമ്മോൺ. പിന്നെ എത്ര നേരം കൈ കഴുകാൻ തുടങ്ങിയിട്ട്? ഹാൻഡ് വാഷൊക്കെ ഇപ്പോൾ തീർക്കുമോ? എന്താണ് കളിക്കല്ലേ? വേഗം വാ. കൈ വൃത്തിയായോ നോക്കട്ടെ? പക്ഷെ കൈ വൃത്തിയായി കേട്ടോ, നോക്കട്ടെ. കൈ കാണിച്ചു കൈ നോക്കാൻ പോകണം. ഉണങ്ങിയാ? इधर पनीर 65 हाँ इधर रखो. ये चिल्ली गोभी है ना? ये पनीर 65 बिरयानी, चिकन 65 बिरयानी. हाँ बस थोड़ा बस. पिकल വേണോ? പിക്കൽ കഴിച്ചു നോക്കിയാ. ചിക്കൻ 65. പാറ് പറഞ്ഞതല്ലേ ഈ ബിരിയാണിയിൽ പാറ് പറഞ്ഞു? മറ്റത് വേണ്ട, നോർമൽ ബിരിയാണി കഴിച്ചു നോക്കിയാ. കഴിച്ചോ. എൻ്റെ പനീർ 65 ബിരിയാണിയാണ്. ഇത് ശരിക്കും ഫ്ലവർ അല്ല, ക്യാരറ്റ് മുറിച്ചെന്നതാ കേട്ടോ ഫ്ലവർ. ഇത് പനീര് നല്ല ഫ്രഷ് കേട്ടോ, ഫ്രഷ് പനീരാണ്. ഇത് ഗോബി ഗ്രേവി ഇല്ല, അല്ല ഗോബി ഇല്ല. തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റില് വെജാണോ നോൺ വെജ് ആണോ ഒട്ടും മനസ്സിലാവില്ല. വെജിന്റെ ടേസ്റ്റ് സെയിം, ചിക്കൻ്റെ ടേസ്റ്റ് സെയിം. എരിവുണ്ടോ? അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ലിമോ വണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അവള് വണ്ടി ഓടിച്ചിട്ട് കുറേ വർഷങ്ങളായി, 7 വർഷമായി വണ്ടി ഓടിച്ചിട്ട്. കല്യാണത്തിന് മുൻപ് വണ്ടി ഓടിച്ച് അവള് പ്രാക്ടീസ് ചെയ്യാണ്. ആ മെല്ലെ ഓടിക്കേ. ഞാൻ ബാക്ക് ഇടിക്കണോ? ആ മെല്ലെ പോട്ടെ. ആ അത്ര സ്പീഡിൽ പോയാൽ മതി. ആ അങ്ങനെ പോയാൽ മതി. സ്പീഡ് പോവല്ല. പാറു മാർക്ക്. അങ്ങനെ പോട്ടെ. മെല്ലെ പോയാൽ മതി. ആ അങ്ങനെ തന്നെ മെല്ലെ. റേസ് കൂടുതൽ കൊടുക്കണ്ട. റേസ് മെല്ലെ കൊടുത്താ മാർക്ക്. ആ അങ്ങനെ തന്നെ വെരി ഗുഡ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. റേസ് കൂടുതൽ കൊടുക്കണ്ട. ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയില്ലേ? പോട്ടെ. ഇനി ചുറ്റി വാ. ആ അങ്ങനെ തന്നെ. ആ സ്പീഡ് പിടിച്ചാൽ മതി. പാറ മാർക്ക്. അങ്ങനെ തന്നെ. പോട്ടെ.
പഠിച്ചില്ലേ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഒരു 5 ദിവസം ഓടിച്ചാൽ മതി. ഓഫ് ചെയ്യല്ലേ അടിയില്? ഇങ്ങനെ ഒരു 10 ദിവസം ഓടിച്ചാ മോള് ഉഷാറായിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ് അമ്മ വണ്ടി ഓടിച്ചിട്ട്? ഇരിക്കാനായിട്ടില്ല, അമ്മ ആവട്ടെ, പ്രാക്ടീസ് ആവട്ടെ അമ്മ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ചെറിയൊരു വ്ളോഗ്. ഇന്ന് വണ്ടിയൊക്കെ എടുത്തു. അപ്പോൾ ലിമോ ഒന്ന് നമ്മളുടെ ഒരു 7 വർഷത്തെ അല്ലേ, 7 വർഷത്തിന്റെ എങ്ങനെയായിരുന്നു ഓടിച്ചിട്ട്? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പക്ഷേ ഹൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം. നമ്മൾ ബ്രേക്ക് ഇടുമ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കാലെത്തുന്നില്ല എന്ന് തോന്നുന്നു റോട്ടിലേക്ക്. അത് 5-6 പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഓക്കെ, ആസസിനെക്കാട്ടും കുറച്ച് ആദ്യത്തെ ആസസ് ആയിരുന്നല്ലോ, സുസുക്കിന്റെ ആസസ് ആയിരുന്നു റിസർച്ച് ചെയ്യുന്ന കാലത്ത്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ വെച്ച് പോകുന്നതാണ്. അപ്പോൾ അത് നല്ല ഈസി ആയിരുന്നു കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. ഹൈറ്റൊക്കെ എനിക്ക് പാകമായിരുന്നു. ഇത് ഹൈറ്റ് എങ്ങനെ നിർത്തുമ്പോൾ ഒരു അതിന് പ്രാക്ടീസ് ചെയ്ത് അത് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഒരു 8-10 ദിവസമേ ഒന്ന് ഓടിച്ചത് ശരിയായിക്കോളും. അപ്പോൾ ഞങ്ങൾ ചെറിയ വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ കുഞ്ഞാ, അച്ഛനല്ലേ വാങ്ങി തന്നെ കുഞ്ഞാ, അപ്പോൾ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്തല്ല. അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗായിരുന്നു, ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. ഓക്കെ, വണ്ടിയൊക്കെ ഡെലിവറി കിട്ടി, വണ്ടിയൊക്കെ അടിപൊളിയാണ്. വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് കുറച്ച് ദിവസം ഓടിച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ? അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂസ് ഇടാം. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ.